നമുക്ക് ഇന്ന് നമ്മുടെ സിലബസിൽ എക്കണോമിക്സ്, അതായത് ജനറൽ നോളജ് വിഭാഗത്തിലെ എക്കണോമിക്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, എക്കണോമിക്സ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ ഒന്നെങ്കിൽ പത്രമാധ്യമങ്ങളിലായിട്ടോ പത്രം ഡെയിലി വായിക്കുന്നവരായിട്ടോ നമ്മൾ ഇവിടെ സാമ്പത്തികപരമായിട്ട് എന്താ നടക്കുന്നത് എന്ന് നമ്മൾ അറിയാറുണ്ട്, ജനറലി അറിയാറുണ്ട്. പക്ഷെ ഒരു പരീക്ഷ തലത്തിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ ടേംസ് അറിഞ്ഞിരിക്കണം. കൂടുതൽ ടേംസ്, ഫാക്റ്റുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ഉത്തരം ഒരു ഫാക്റ്റ് ആയിരിക്കാം. അപ്പൊ നമുക്ക് കാര്യം അറിയാനായിട്ട് മാത്രം കാര്യമില്ല, അത് എന്താണെന്ന് അതിന്റെ ഫാക്ട് അല്ലെങ്കിൽ പേര്, ഒരു ടേം എന്താ ഉണ്ടായിരിക്കും, അതും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ശരിക്കും എക്കണോമിക്സിന്റെ ഒരു എപ്പോഴും ആപ്ലിക്കബിൾ ആവുന്ന ഒരു കാര്യമല്ല എങ്കിൽ കൂടിയും എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് ടേംസ് ബ്രേക്ക് ചെയ്യുന്ന വഴി പല കാര്യങ്ങളും മനസ്സിലാവും. ഇപ്പോ എക്കണോമിക്സ് എന്ന ടേം നമ്മൾ സിലബസിലേക്ക് കയറുമ്പോൾ ഈ എക്കണോമിക്സ് എന്ന ടേം തന്നെ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഒക്കോണോമിയ, എക്കണോമിക്സ്, എക്കണോമി, ഒക്കോണോമിയ എന്നൊരു ടേമിൽ നിന്നാണ്, അതായത് ഗ്രീക്ക് ടേമാണ്, അതിൽ നിന്നാണ് എക്കണോമിക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ജനറലി എക്കണോമിക്സ് എന്ന് പറയുന്ന സാധനം ഇപ്പം അതുണ്ടല്ലേ, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഓക്കെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പൊതുവില് മൊത്തത്തിൽ നമ്മൾ പറയുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ, കൺസംഷൻ, ട്രാൻസ്ഫർ ഓഫ് വെൽത്ത്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയും, ഇത്രേ ഉള്ളൂ മൊത്തത്തിൽ പറയുമ്പോൾ. ഇനി നമ്മൾ എക്കണോമിക്സിന് ടേം ബ്രേക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പ്രൊഡക്ഷൻ, കൺസംഷൻ, ട്രാൻസ്ഫർ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന എക്കണോമി എന്ന് പറയുന്ന പദം ഒരു വീട്, അതിന്റെ അകത്തെ മാനേജ്മെന്റ് അത്രയും ഉദ്ദേശിക്കുന്നു. ആ ഒരു ചെറിയ കൺസെപ്റ്റിൽ നിന്നാണ് എക്കണോമി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രം വികസിച്ചു വന്നിരിക്കുന്നത്. അത് ഏതൊരു കാര്യവും പോലെ തന്നെ ചെറുതിൽ നിന്ന് വലുതായി വികസിച്ചു. അത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാര് വികസിപ്പിച്ചു കൊണ്ടുവന്നതാണ് പല കാലഘട്ടങ്ങളിലായിട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ടേം ബ്രേക്കിംഗ് കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക. ശരിക്കും നമ്മളെ സിലബസിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, ആദ്യമായിട്ട് എത്ര തരം എക്കണോമികളുണ്ട്? ടൈപ്സ് ഓഫ് എക്കണോമി. ഒറ്റ എക്കണോമി അല്ല, പല തരമുണ്ട്. അത് പല കാലഘട്ടത്തിലായിട്ട് ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തിയേക്കുന്നതാണ്. അപ്പൊ ഓരോ രാജ്യമായിരിക്കാം, ഓരോ റീജിയൻ ആയിരിക്കാം, ഓരോ ടൈപ്പ് ഓഫ് എക്കണോമിക്ക് ഉദാഹരണമാണ്. ഇപ്പൊ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞാൽ മാർക്കറ്റ് എക്കണോമി. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പച്ച മലയാളത്തിൽ ചന്ത എന്ന് പറയാം, അല്ലെ? അതായത് കച്ചവടക്കാരും അത് വാങ്ങിക്കുന്നവരും മാത്രം വില നിശ്ചയിക്കുന്ന ഒരു സ്ഥലം, അതാണ് മാർക്കറ്റ് എക്കോണമി. എനിക്ക് എന്താവശ്യമുണ്ട്, അത് ആരുടെ കൈ കിട്ടും എന്നുള്ളതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു മാർക്കറ്റ്. അവിടെ മറ്റുള്ളവരുടെ കൈകടത്തലൊന്നുമില്ല, പ്രത്യേകിച്ച് വില കാര്യത്തിലോ എന്തോരം സാധനം വേണം എന്നുള്ളതോ എന്തെങ്കിലും അവൈലബിൾ ആക്കണം എന്നുള്ളതോ അതിൽ മറ്റുള്ളവർക്ക് കൈകടത്താൻ പറ്റില്ല. അതാണ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഡിസൈഡ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്തേലും ഉണ്ടാക്കണം, എന്ത് വില, അത് ആവശ്യാനുസരണം എന്ന് പറയുന്നതാണ് മാർക്കറ്റ് എക്കോണമി. സിമ്പിൾ ആയിട്ട് വിചാരിക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നോൺ മാർക്കറ്റ് എക്കോണമി. അപ്പോ ഇത് മാർക്കറ്റ് എക്കോണമി എന്ന് പറയുന്നത് ഒരു ചെറിയ അളവിലാണ് ആപ്ലിക്കബിൾ ആകുന്നത് നമുക്ക് മനസ്സിലായി. എന്താണ്? ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പാളയം ചന്തയുണ്ട്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എന്ത് സാധനങ്ങൾ എപ്പോ എങ്ങനെ വില വിവരങ്ങൾ എല്ലാം ആ റീജിയനെ ബേസ് ചെയ്തായിരിക്കും. അതേസമയം ഒരു നോൺ മാർക്കറ്റ്, ഒരു ടിപ്പിക്കൽ ചന്ത അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ അല്ലാതെ കുറച്ചുകൂടെ വലിയ കൺസെപ്റ്റിലേക്ക് കയറുമ്പോൾ എക്കോണമി എന്ന് പറയുന്നത് ഗവൺമെന്റിന് കൈയുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉദാഹരണം അരി. ഓക്കെ, അരി നമ്മള് റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരു വലിയ പ്രോസസ് വഴിയാണ്. അതിനാദ്യം സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, താങ്ങുവില. ഓക്കെ, അപ്പൊ അരിയുടെ താങ്ങുവില സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ കേൾക്കുന്നുണ്ട് MSP. ഇത് ഒരു നോൺ മാർക്കറ്റ് എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ എന്ന് പറയുന്ന ഒരു സംരംഭം പുറകിലിരുന്ന് വില നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ എന്തോരം വേണം,
എന്തോരം ഉണ്ട് എന്ന് തീരുമാനിക്കുന്ന ഒരു പരിപാടിയാണ് നോൺ മാർക്കറ്റ് എക്കോണമി. മറ്റേതെന്തായിരുന്നു? ഒരു ചെറിയ സ്ഥലത്ത് ആവശ്യക്കാരും കച്ചവടക്കാരും മാത്രം തമ്മിലുള്ള ഇടപാടാണ്. ഇത് അങ്ങനല്ല, കുറച്ചുകൂടെ വ്യാപ്തിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ് മിക്സഡ് എക്കോണമി. നമ്മൾ മാർക്കറ്റും പഠിച്ചു, നോൺ മാർക്കറ്റും പഠിച്ചു അല്ലെ? ക്ലിയർ ആണല്ലോ. ഇനി ഇത് രണ്ടുമല്ല, മിക്സഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. ഓക്കെ, രണ്ടും കൂടെ ചേർന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റും ഉണ്ടാവും, നമ്മുടെ പീപ്പിൾ മാർക്കറ്റ്, ചെറിയ ചെറിയ മാർക്കറ്റും ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ പ്രൈവറ്റ് ആശുപത്രിയുണ്ട്, ഗവൺമെന്റ് ആശുപത്രിയുണ്ട് അല്ലെ? ഇനി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമുക്കറിയാം, IT മേഖലകള്, പിന്നെ ബാങ്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് കൂടുതൽ എന്തായിരിക്കും? വെൽഫെയർ, അത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ എന്തായിരിക്കും? മറ്റ് കൺസെപ്ഷനുകൾ, ഇപ്പം IT, ബാങ്ക്, നമ്മള് ടെലികോം, ഇതൊക്കെ. അപ്പൊ അതായത് ഇത് രണ്ട് വീൽ എന്ന നിലയിൽ, അതായത് നമ്മുടെ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ താങ്ങിക്കൊണ്ടുപോകുന്ന രണ്ട് ചക്രങ്ങൾ എന്ന നിലയ്ക്കാണ് നമ്മുടെ മിക്സഡ് എക്കോണമി പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ആരൊക്കെയുണ്ട്? ഗവൺമെന്റും ഉണ്ട്, പ്രൈവറ്റ് പ്ലേയേഴ്സും ഉണ്ട് അല്ലെ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്കണോമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ വീട് മാനേജ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് വികസിച്ചു വന്നതാണ്. അതിനകത്ത് മാർക്കറ്റ് എക്കോണമി ഉണ്ട്, നോൺ മാർക്കറ്റ് ഉണ്ട്, മിക്സഡ് ഉണ്ട് അല്ലെ? നമ്മുടെ എന്താണ്? മിക്സഡ് എക്കോണമിയാണ് കേട്ടോ. നമ്മൾ മിക്സഡ് എക്കോണമി ആകുന്നത് നമ്മുടെ LPG റീഫോംസ് 1991 നടന്ന LPG റീഫോംസിന് ശേഷമാണ് നമ്മൾ ഈ ഒരു മിക്സഡ് എക്കോണമി എന്ന് പറയുന്ന വ്യാപ്തി അങ്ങ് ആർജിക്കുന്നത് ശരിക്കും. ഓക്കെ, അതുവരെ നമ്മൾ മിക്സഡ് എക്കോണമി ആയിരുന്നുവെങ്കിലും ലിമിറ്റഡ് വേർഷൻ ആയിരുന്നു. ഓക്കെ, ഇനിയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ടൈം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ തുടങ്ങി വലുതിലേക്ക് കയറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യം ഒരു വലിയ വീടായിട്ട് സങ്കല്പിക്കുക, ബിഗ് പിക്ചർ, അതാണ് മാക്രോ. ഈ മാക്രോ വെസസ് മൈക്രോ രണ്ട് ടേമാണ് നമുക്ക് ഇത് പഠിക്കാനുള്ളത്. മാക്രോ വലുതും മൈക്രോ ചെറുതുമാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സൈസ് ചെറുത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അത് തന്നെ. മാക്രോ എക്കണോമി എന്ന് പറഞ്ഞാൽ വലിയ എക്കണോമി, അതായത് നമ്മുടെ രാജ്യം ഒരു വലിയ എക്കണോമി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ ഒരു ടേം വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കീനേഷ്യൻ, അതായത് ജോൺ മെയ്നാർഡ് കീൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബുക്കാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ ഒരു ബുക്കിലാണ് ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാക്രോ എക്കണോമിക്സ് അറിയപ്പെടുന്ന വേറൊരു ഇതാണ് കീനേഷ്യൻ. ഓക്കെ, കീനേഷ്യൻ ഐഡിയ ഫോർ എക്കോണമി. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അതായത് മാക്രോ വെസസ് മൈക്രോ ആ ടേം. ഓക്കെ, മാക്രോ വലുത്. മാക്രോ എന്താണ്? ഒരു രാജ്യം മൊത്തം, അല്ല ഒരു വലിയ പ്രദേശം മീൻസ് ഒരു സംസ്ഥാനമാകാം, ഒരു രാജ്യമാകാം. അതിൽ താഴോട്ടുള്ളത് മാക്രോ ആയിട്ട് കൂട്ടാൻ നമുക്ക് സാധിക്കില്ല. ഇനി എവിടെ വന്നു? കീനേഷ്യൻ, ആ ജോൺ മെയ്നാർഡ് കീൻസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ബുക്കിലെ ഇവോൾവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇനി ഇത് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ്, മണി, എവിടെ? നമ്മളെ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു വലിയ സ്ഥലത്തെ എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ്, മണി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ഇൻകം എംപ്ലോയ്മെന്റ് തിയറി. ഓക്കെ, അപ്പൊ മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതാണ്. അത് എവിടെ നിന്ന് വന്നു? കീനേഷ്യൻ ഐഡിയ ആണ്. ബുക്കിന്റെ പേര് ഓർക്കുക, അതിന്റെ ഓൾട്ടർനേറ്റീവ് പേര് ഓർക്കുക. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി മൈക്രോ. മാക്രോ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് മൈക്രോ? വ്യത്യാസം. സൈസ് നമ്മൾ പറഞ്ഞു, സൈസ് അത് വലുതാണ്, ഇത് ചെറുതാണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് പറഞ്ഞാൽ സ്മോൾ പാർട്സ്. നമ്മൾ ആദ്യം മാർക്കറ്റ് എക്കോണമിയുടെ കാര്യം പറഞ്ഞില്ലേ, ചെറിയൊരു ചന്ത, അതുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. ഓക്കെ, മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യങ്ങൾ, ഒരു വ്യക്തിയോ ഒരു വീടോ ഒരു കടയോ ഒരു കമ്പനിയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഒരു ചന്തയോ ഒക്കെ മാത്രമാണ് ചെയ്യുന്നത്. അവിടുത്തെ ഒരു ചെറിയ അളവില് കാര്യങ്ങൾ വേണം, ഇത്ര ആൾക്കാർക്ക് കൊടുക്കാനുണ്ട്, അതിന്റെ പൈസ ഇന്നതായിരിക്കും എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ജനറൽ കൺസെപ്റ്റിലാണ് മൈക്രോ എക്കണോമിക്സ് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ എക്കണോമിക്സ് എന്താന്ന് വായിച്ചു, എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞ്, നോൺ മാർക്കറ്റ്, മാർക്കറ്റ്, മിക്സഡ് എന്ന് പറഞ്ഞു. ഇനി മാക്രോ വായിച്ചു, മൈക്രോയും കണ്ടു. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോകാമല്ലോ അല്ലെ? ഇനി എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യത്തെ പഠിക്കാനും അറിയാനും നിലനിർത്താനും ഒക്കെ ആയിട്ട് പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്, പല സെക്ടറുകളായിട്ട്. ഓക്കെ, പല സെക്ടറുകൾ. ആദ്യത്തെ സെക്ടറാണ് പ്രൈമറി. പ്രൈമറി മീൻസ് ആദ്യത്തെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക്സ് ടേം ബ്രേക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. പ്രൈമറി സെക്ടർ, ആദ്യത്തെ കാര്യം. ഓക്കെ, ആദ്യത്തെ ഇതിൽ നിന്നാണ് മറ്റെല്ലാം ഉണ്ടാകുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രകൃതിയിൽ നിന്നുമായിട്ട് എടുത്ത് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ, ഉൽപാദനം നേരിട്ട് പ്രകൃതിയിൽ നിന്ന് എടുത്ത് എന്തെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അതെല്ലാം പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. ഏറ്റവും ആദ്യ ഉദാഹരണമാണ് കൃഷി, അരി, മീൻ പിടിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നത്. കാരണം അരി എടുത്ത് പൊടിച്ച് അരിപ്പൊടിയാകുന്നതാകുമ്പോഴത്തേക്കും എന്തായി, മാനുഫാക്ചറിംഗ് പോകും. അത് നമ്മൾ അടുത്തത് കാണും. അപ്പോൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നത് എന്താണോ അത് ഉൽപാദനം തുടങ്ങുന്നതായതുകൊണ്ട് പ്രൈമറി, അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സെക്കൻഡറി. നമ്മൾ പറഞ്ഞു പ്രകൃതിയിൽ നിന്ന് എടുത്തു. ഇപ്പൊ എന്തെടുത്തു? അവിടെ നമ്മൾ അരി കണ്ടു. ഉദാഹരണം ഇവിടെ വീറ്റ്. ഓക്കെ, ഗോതമ്പെടുത്ത് ബ്രെഡ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ഫാക്ടറി വെച്ചിട്ട്. അതാണ് സെക്കൻഡറി, രണ്ടാമത്തെ. അപ്പൊ ഒന്ന് പ്രൈമറി, രണ്ട് സെക്കൻഡറി. നമ്മൾ ഓർത്താൽ മതി, നേച്ചറിൽ നിന്ന് എടുക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു. ഓക്കെ, നേച്ചറിൽ നിന്ന് എടുത്ത ഗോതമ്പ് ബ്രെഡ് ആക്കുന്ന പരിപാടിയാണ് മാനുഫാക്ചറിങ്. അപ്പൊ അത് രണ്ടാമത്തെ, സെക്കൻഡറി. അങ്ങനെ ഏത്, ഇപ്പം നമ്മള് മണ്ണിൽ നിന്ന് കോൾ എടുക്കുന്നത് പ്രൈമറി ആണെങ്കിൽ ആ കോള് അടുത്ത സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഇപ്പൊ എന്താണ്, കോള് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ കോള് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി സെക്ടറാണ്. അങ്ങനെയൊക്കെ ക്ലിയർ ആണല്ലോ? പ്രകൃതി എടുക്കുന്നു, പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനം എന്താണ്, കൺവേർട്ട് ചെയ്യുന്ന സ്റ്റേജാണ് സെക്കൻഡറി, രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, ടെർഷറി. ഓക്കെ, അത് സർവീസ് സെക്ടറാണ്. സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സാധനം, അതായത് ഗുഡ്സ് കൊടുക്കുകയോ ഉണ്ടാക്കുകയോ ഒന്നുമല്ല, സേവനം ചെയ്യാണ്. ഓക്കെ, ക്ലിയർ കട്ട് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അവിടെ പ്രൈമറിയിലും സെക്കൻഡറിയിലും എന്താണ്, ഒരു ഗുഡ്സിന്റെ ഇൻവോൾവ്മെന്റ് എപ്പോഴും ഉണ്ടായിരുന്നു. സെക്കൻഡറി അത് തന്നെ, അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ടെർഷറി വരുമ്പോൾ എന്താണ്, ഗുഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തീരെയില്ല, പകരം എന്താണ്, സേവനമാണ്. സേവനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണം, ടീച്ചേഴ്സ് ടീച്ചിങ് സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ് പേഷ്യൻസിനെ പരിശോധിക്കുന്നു. നമുക്കറിയാം നമ്മുടെ KSRTC ഒക്കെ, ട്രാൻസ്പോർട്ട്, KSRTC, റെയിൽവേ, ബാങ്ക്, ഇതൊക്കെ ടെർഷറി സർവീസ് സെക്ടറുകളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? അതായത് സഹായിക്കുകയോ ബിസിനസ് ചെയ്യുകയോ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ, എപ്പോഴും എക്കണോമിക്സിനകത്ത് ടേമുകൾ ശ്രദ്ധിച്ചോളുക. ടേം, അതിന്റെ കൺസെപ്റ്റ്. അപ്പൊ 3 സെക്ടറുകൾ നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി വീണ്ടും ഉണ്ട് ക്വാട്ടേർണറി സെക്ടർ. ഇത് ഈ കണ്ട 3 സെക്ടർ പോലെയല്ല. അതായത് അറിവും വിവരവും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് റിസർച്ച് ചെയ്യുന്നവര്, അഡ്വാൻസ് ടെക്നോളജി വികസിപ്പിക്കുന്നവര്, അതായത് കൂടുതൽ ഫിസിക്കൽ ലേബറിന് പകരം ബ്രെയിൻ ഉപയോഗിക്കുന്നവര്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് സാധനം, ബ്രെയിൻ. ഓക്കെ, ബ്രെയിൻ യൂസ് ചെയ്യുക. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്, ഡേറ്റ അനാലിസിസ്, സയന്റിസ്റ്റുകള്, ഓക്കെ, ISRO, അങ്ങനെയുള്ള DRDO നമ്മുടെ സ്ഥാപനമാണ്. ഇതൊക്കെ ക്വാട്ടേർണറി സെക്ടറാണ്. എന്താണ്, നോളജോ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ബ്രെയിൻ യൂസേജ്. ഫിസിക്കൽ ലേബർ അല്ല, ഗുഡ്സ് അല്ല, സർവീസ് അല്ല. ഇതാണ് ക്വാട്ടേർണറി സെക്ടർ. ക്ലിയർ അല്ലേ?
അടുത്തത് ക്വീനറി സെക്ടർ. ക്വീനറി, ഈ പേരുകൾ ഓർത്തിരുന്നോണം കേട്ടോ. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ക്വാട്ടേണറി, ക്വീനറി. സ്പെല്ലിങ് നോക്കി വെച്ചോണേ. ഈ ക്വീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ, ഏറ്റവും ഉയർന്ന തലത്തിൽ. ഇപ്പൊ നമ്മള് ഒരു സിംബോളിക്കായിട്ട് ഞാൻ പറയാം, നമ്മൾ ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, എവിടെയോ ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞു. അതാണ് അതിന്റെ ഒരു കൺസെപ്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം കേരളത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നാൽ മന്ത്രിസഭ, മന്ത്രിമാർ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ തീരുമാനങ്ങൾ. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ സിഇഒ, ഉദാഹരണം പറഞ്ഞാൽ സുന്ദർ പിച്ചായി, ഗൂഗിൾ സിഇഒ തുടങ്ങിയ ആൾക്കാർ ആ ഒരു ലെവലിൽ പോളിസി കാര്യങ്ങൾ, നയങ്ങൾ രൂപപ്പെടുത്തി അത് താഴെ തലത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഡയറക്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ക്വീനറി സെക്ടർ. ഉദാഹരണം മിനിസ്റ്റേഴ്സ്, സിഇഒ, യൂണിവേഴ്സിറ്റി വിസി. ഓക്കെ, അതായത് വലിയ വലിയ തീരുമാനങ്ങൾ ഒരു വലിയ സമൂഹത്തെ ഇമ്പാക്ട് ചെയ്യുന്ന രീതി, അതാണ് ക്വീനറി സെക്ടർ. അപ്പൊ നമ്മള് 4 സെക്ടറുകൾ കണ്ടല്ലേ. അതിന്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ ആണ് ഇത്. പ്രൈമറി എന്തായിരുന്നു, പ്രകൃതിയിൽ നിന്ന് എടുത്തു, എക്സാമ്പിൾ കണ്ടു, ഫാമിങ്, ഫിഷിംഗ്, മൈനിങ്. സെക്കൻഡറി എന്തായിരുന്നു, ആദ്യത്തെ എടുത്ത കാര്യങ്ങളെ രണ്ടാമത് മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യും, അതാണ് സെക്കൻഡറി. അപ്പോ ആ കൺവേർഷൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അത് റോ മെറ്റീരിയൽസ് ഇവിടുന്ന് പ്രകൃതിയിൽ നിന്ന് എടുത്തത് ഫാക്ടറി വെച്ച് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. മൂന്നാമത്തത് സേവനം, അല്ലെ, KSRTC, റെയിൽവേ, ബാങ്ക് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ക്വാട്ടേണറി, നോളജ് ആൻഡ് ഇൻഫർമേഷൻ, അതല്ലെങ്കിൽ എന്തായിരുന്നു, ബ്രെയിൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ഇനി ക്വീനറി ഹൈ ലെവലാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആര്, മന്ത്രിസഭ, മന്ത്രിമാര്, അഡ്മിനിസ്ട്രേറ്റീവ്, IAS IPS കാര്. ഓക്കെ, നമ്മൾ അതും പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? നമ്മൾ ഇത്ര നേരം എന്തൊക്കെയാ പഠിച്ചേ? എക്കണോമിക്സ് ആണ്. ടേമിന്റെ കാര്യം പറഞ്ഞു അല്ലെ. എക്കണോമിക്സിന്റെ ടേമിന്റെ കാര്യം പറഞ്ഞു. ടൈപ്പ് കണ്ടു, ടൈപ്പ് ഓഫ് എക്കണോമി കണ്ടു, സെക്ടേഴ്സ് കണ്ടു. ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലെ. നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാം. അതെന്താന്ന് വെച്ചാൽ എങ്കൽ കർവ്. ഇത് നമ്മൾ ഇപ്പോഴൊരു മാർക്കറ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എന്താണ്, അവിടെ സാധനങ്ങൾ ഉണ്ടാവണം അല്ലേ. സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പൈസ വേണം. അപ്പോ നമ്മൾ സാധാരണ ചെയ്യുന്ന പരിപാടി നമ്മുടെ പൈസക്ക് അനുസരിച്ച് സാധനം വാങ്ങിക്കുക അല്ലെ. പൈസ കുറഞ്ഞാൽ കുറച്ച് സാധനം വാങ്ങിക്കും, പൈസ കൂടിയാൽ കൂടുതൽ സാധനം വാങ്ങിക്കും. ഒരു ജനറൽ കൺസെപ്റ്റ് ഇതാണല്ലോ. അപ്പൊ എങ്കൽ കർവ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ വരുമാനം മാറുന്നതിനനുസരിച്ച് സാധനം വാങ്ങിക്കുന്നതിന്റെ അളവില് വ്യത്യാസം, ഇതാണ് എങ്കൽ കർവ്. ഈ പേരാണ് നമുക്ക് ആവശ്യം. ഈ കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്റെ കയ്യിൽ 100 രൂപ ഉള്ളപ്പോൾ ഞാൻ വാങ്ങിക്കുന്നതല്ല എന്റെ കയ്യിൽ 1000 രൂപ ഉള്ളപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നത്. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ പേര് നമ്മൾ ഓർത്തിരിക്കണം, എങ്കൽ കർവ്, എങ്കൽ. ഓക്കെ, അതായത് ഉദാഹരണമാണ് ഈ കിടക്കുന്നത്. കണ്ടോ, ഒരു ദിവസം എനിക്ക് 300 രൂപ വരുമാനം കിട്ടുമ്പോൾ ഞാൻ ഒരു പിസ്സ സ്ലൈസ് വാങ്ങിക്കുക. 500 ആവുമ്പോൾ എന്തായി, 2ആയി. 800 ആവുമ്പോൾ എന്തായി, 3ആയി. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഇൻക്രീസ് ടെൻഡൻസി കണ്ടോ, 1ആയി, 2ആയി, 3ആയി. അതുകൊണ്ട് തന്നെ എങ്കൽ കർവ് എപ്പോഴും എന്തായിരിക്കും, അപ്വേർഡ് ആയിരിക്കും. ഇത് കണ്ടോ, ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? ഈ ഗ്രാഫിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ശരിക്കും 800 ആകുമ്പോൾ നമ്മൾ 3 എണ്ണമാകും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാഫ് എന്തായാലും അപ്വേർഡ് ആണ് അല്ലെ. ഇപ്പൊ എങ്കൽ കർവ് എന്താണ്, വരുമാനത്തിനനുസരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന്റെ ഗ്രാഫാണ്. അത് എപ്പോഴും എങ്ങനെയാണ്, പ്രൊപ്പോർഷണൽ ആണ്. എങ്ങനെ പ്രൊപ്പോർഷണൽ ആണ്, വരുമാനത്തിനനുസരിച്ച് അല്ലെ. ഇൻകം പ്രൊപ്പോർഷണൽ ടു പർച്ചേസ്, അതാണ് എങ്കൽ കർവ്. ഇൻകം കൂടിയാൽ പർച്ചേസ് കൂടും, ഇൻകം കുറഞ്ഞാൽ പർച്ചേസ് കുറയും. അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ ആണ്. ഇനി അടുത്തതാണ് കുസ്നെറ്റ്സ് കർവ്. ഇനി കുസ്നെറ്റ്സ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ വികസനവും തുല്യതയില്ലായ്മയും. അതായത് ഒരു സ്ഥലം
ഇക്വാളിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് അറിയാലോ അല്ലെ? അടിസ്ഥാനപരമായിട്ട് എല്ലാവരും തുല്യരാണ്, അതാണ് ഇക്വാളിറ്റി. ഓക്കെ, ഇനി സാമ്പത്തികപരമായിട്ട് വികസിക്കുന്ന തോറും എങ്ങനെയാണ് തുല്യത ഉണ്ടാവുന്നത്, ഇല്ലാതാവണം, അത്രേ ഉള്ളൂ കുസ്നസ് കർവ്. എന്താണ്? സാമ്പത്തികമായിട്ടുള്ള വികസനം വരുമ്പോൾ തുല്യത എന്ന് പറയുന്നതിന് എന്ത് മാറ്റം, മൊത്തം തുല്യതയാവുമോ അതോ തുല്യത കുറയുമോ എന്ന് കാണിക്കുന്ന ഒരു കർവാണ് കുസ്നസ് കർവ്. ഓക്കെ, നമുക്ക് എന്താ നോക്കാം. അതായത് ഒരു രാജ്യം മൊത്തം പോറാണ്, പട്ടിണി, ദാരിദ്ര്യം. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ സുഡാനൊക്കെ നമുക്ക് പറയാം. അവിടെ ഒട്ടുമിക്ക ആൾക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ്, ഭക്ഷണം ലഭിക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അവിടെ ഇൻഇക്വാളിറ്റി ലോ എന്ന് പറയാൻ കാര്യം എല്ലാവരും പട്ടിണിയാണ്. ഉദാഹരണം പറഞ്ഞാൽ 100 പേരുണ്ട്, 100 പേരിൽ 98 പേരും പട്ടിണിയോ ദാരിദ്ര്യമോ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഇക്വാളിറ്റി ലോ എന്ന് വെച്ചാൽ ഇക്വാലിറ്റിയാണ് കൂടുതൽ. 2 പേരേ ഉള്ളൂ അതിന് മേലുള്ളവര്. 98 പേരും എന്താണ്? ഈക്വൽ ആണ്. അതാണ് കൺസെപ്റ്റ്. ഇൻഇക്വാളിറ്റി ലോ ആണ്. ഓക്കെ, ഇനി വികസിച്ചു വരാൻ തുടങ്ങി. അപ്പൊ എന്തായി? ഒരു 60 പേര് പട്ടിണി, 40 പേര് എന്താണ്? പട്ടിണി മാറിയവരുമായി. അപ്പൊ 60-40 ആയി. കണ്ടോ? നമ്മൾ ഈ കർവ് നോക്കി പഠിക്കാം. പോറാണ്, പോറായിട്ടിരിക്കുമ്പോൾ എന്താണ്? ഇൻഇക്വാളിറ്റി ഏറ്റവും കുറവ്, ഇൻകം കുറവ്, ഇൻഇക്വാലിറ്റിയും കുറവ്. ഇനി ഇൻകം കൂടുമ്പോൾ എന്തായി? ഇൻഇക്വാലിറ്റി കുറച്ച് കുറഞ്ഞു, 60-40. ഇനി 50-50 എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്, അതാണ് ഇത്. മനസ്സിലായോ? 50 പേര് പട്ടിണിയോ ദാരിദ്ര്യമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ, 50 പേര് എന്താണ്? വികസിച്ചു, അവർക്ക് വരുമാനം ഉണ്ടായി. അത് പീക്ക് പോയിന്റ് ആണ് കേട്ടോ. ആ ഒരു പോയിന്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 40 പേര് പട്ടിണിയും 60 പേര് സാമ്പത്തിക ഭദ്രത ആയവരുമാകും. അപ്പൊ എന്താവും? വീണ്ടും എന്താവും? ഇൻഇക്വാലിറ്റി കുറഞ്ഞു വരും. അതായത് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം കൂടി വന്ന് കുറയുന്നു, ഈ അവസ്ഥയിൽ എത്തുന്നു. ഈ 2 അവസ്ഥയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ എല്ലാവരും പട്ടിണിയായിരുന്നെങ്കിൽ ഇവിടെ എല്ലാവരും നല്ല നില എത്തുന്ന അവസ്ഥ. ഇവിടെ പകുതി പേര് നല്ല നില, പകുതി പേര് അല്ലാതെ. വ്യത്യാസം മനസ്സിലായോ? കൂടി വന്ന് കുറയുന്നു. സാമ്പത്തിക വികാസം കൂടുന്നതിനനുസരിച്ച് ഇൻഇക്വാലിറ്റി കൂടി വന്ന് ഒരു പോയിന്റ് എത്തിയപ്പോ കുറച്ചായി, വീണ്ടും കുറഞ്ഞു വന്നു. ഈ 2 കാര്യം ഓർത്തിരിക്കുക. എന്ത്? ഒരറ്റത്ത് നല്ലത്, ഒരറ്റത്ത് ചീത്ത. അതാണ് കുസ്നസ് കർവ്. ഇനി അപ്പൊ നമ്മളിപ്പോ 2 കർവ് വായിച്ചു അല്ലെ? ഒന്നെന്തായിരുന്നു? വരുമാനത്തിനനുസരിച്ച് നമ്മൾ സാധനം വാങ്ങിക്കുന്നത്, എങ്കൽ കർവ്. അടുത്ത എന്തായിരുന്നു? കുസ്നസ് കർവ്. അതെന്താണ്? സാമ്പത്തിക വികാസം അതിനനുസരിച്ച് തുല്യത ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കുന്നതാണ് കുസ്നസ് കർവ്. മനസ്സിലായല്ലോ? അടുത്തതാണ് മാർക്കറ്റിംഗ് സ്ട്രക്ചേഴ്സ്, മാർക്കറ്റിന്റെ ഘടന. അത് നമുക്ക് പറയാം. നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ല കോമ്പറ്റീഷൻ. എന്താണ്? ഒരു പ്രൊഡക്റ്റിന് വേണ്ടി പല ആൾക്കാർ അത് വിൽക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ പൈസ അതിന് എത്ര വിലയ്ക്ക് വിൽക്കണം എന്നുള്ള കാര്യം ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരാൾക്ക് അതിനകത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മള് അങ്കമാലിയുടെ വരെ സിനിമ കണ്ടവരായിരിക്കും. അതിനകത്ത് അപ്പാണി രവിയും നമ്മുടെ പെപ്പയുടെ ഗ്യാങ്ങുമായിട്ട് ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. എന്താണ്? പെപ്പയുടെ ഗ്യാങ് പോർക്കിന്റെ വില കുറച്ചു വെക്കുന്ന ഒരവസ്ഥ. അന്നേരം അപ്പാണി രവി വന്ന് വഴക്കുണ്ടാക്കുന്ന ഒരു സീനുണ്ട് അല്ലെ? കണ്ടതായിരിക്കാം. അത് തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അവരെന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? എല്ലാവരും കൊടുക്കുന്ന ഒരേ വിലയ്ക്കാണെങ്കിൽ ആ വിലയ്ക്ക് കൊടുക്കണം. നിങ്ങൾ വില കുറച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കച്ചവടം കൂടും, അവരുടെ കച്ചവടം പോകും. അപ്പോ അതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എന്താണ്? ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പെപ്പ ചെയ്തത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വെച്ചിട്ട് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ, ഇനി മോണോപോളി. നേരെ തിരിച്ചാണെങ്കിലോ? അവിടെ പെപ്പെ മാത്രമേ ഉള്ളൂ കച്ചവടക്കാരനെങ്കിൽ പെപ്പയ്ക്ക് എന്ത് ചെയ്യാം? പെപ്പയ്ക്ക് വില നിശ്ചയിക്കാം. അവന് തോന്നുന്ന വിലക്ക് വിൽക്കാം. ഉദാഹരണം പറഞ്ഞാല് എന്താ, ഒരു റിയൽ ലൈഫ് ഉദാഹരണമാണ്. നമ്മുടെ കേരളത്തില് കറണ്ട് KCB ആണ് അല്ലെ കൊടുക്കുന്നത്, റേറ്റ് തീരുമാനിക്കുന്നത് എല്ലാം. അതൊരു മോണോപോളിയാണ്. KCBക്ക് എന്തും ചെയ്യാം അല്ലെ? കറണ്ട് ചാർജ് കൂട്ടാം, കറണ്ട് ചാർജ് കുറയ്ക്കുന്ന പരിപാടി നടക്കാറില്ല, എന്തായാലും കൂട്ടാറുണ്ട് അല്ലെ? ഒരേ ഒരാളെ നമ്മളിവിടെ കണ്ടിരുന്നത് ആരാണ്? KCB. ഇവിടെ നമുക്ക് അങ്കമാലി ഡേഴ്സിനൊക്കെ നല്ല ഉദാഹരണം KCB തന്നെയാണ് കേട്ടോ. ഓക്കെ, KCB. ഇനി അടുത്തത്
അടുത്ത ആരാണ്? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമ്മൾ മോണോപോളി എന്താണെന്ന് കണ്ടു. ഇനി മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്ന് അതൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഒരേ തരത്തിലുള്ള സാധനം, ഒരേ തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് പല ആൾക്കാർ വിൽക്കുന്നു. അതിൽ പലർക്കും ചെറിയ ചെറിയ കൺട്രോൾ ഉണ്ട്. എന്താണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് ബർഗർ കമ്പനി, നമ്മൾ ബർഗർ കഴിച്ചിട്ടുള്ളവരായിരിക്കാം. പല ബർഗർ കമ്പനികളുണ്ട് അല്ലെ. ഇപ്പോ മക്ഡൊണാൾഡ്സ് ഉണ്ട്, ബർഗർ കിങ് ഉണ്ട്, നമ്മുടെ വൈസൈഡിലൊക്കെ കിട്ടുന്ന ലോക്കൽ ബർഗറുകൾ ഉണ്ട്. ഇതിനെല്ലാം പല സൈസ്, പല ടേസ്റ്റ്, എന്താ പറയാ, അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടല്ലേ. അപ്പോ ഞാനൊരു ബർഗർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അതിന്റെ വില എനിക്ക് തീരുമാനിക്കാം. 100 രൂപയ്ക്ക് ബർഗർ ഒക്കെ. അതേസമയം ബർഗർ കിങ്ങിൽ ചെന്ന് കഴിഞ്ഞാലോ ബർഗർ സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. അവരുടെ ഷോപ്പിലെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കും. ഇതായിരിക്കില്ല മക്ഡൊണാൾഡ്സിന്റെ അവസ്ഥ. അതാണ് ഒരു ബ്രാൻഡ് പല ആൾക്കാര് ചെറിയ ചെറിയ വ്യത്യാസത്തില്. ഇതാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. ക്ലിയർ അല്ലേ? അടുത്താണ് ഒളിഗോപോളി. അതായത് വലിയ വലിയ ഫേംസ്, വലിയ വലിയ കമ്പനികൾ കൂടുതൽ സപ്ലൈ, കൂടുതൽ സാധനം മാർക്കറ്റിൽ എത്തിങ്ങനെ അവർ കൺട്രോൾ ചെയ്യുകയും. അപ്പോ ഒരു 4-5 പേരെ ഉണ്ടാവുള്ളൂ വലിയ ഫേംസ്. ഉദാഹരണം പറഞ്ഞാൽ ഒരു കാർ മാർക്കറ്റ് നമ്മുടെ ഇവിടെ നമുക്കറിയാം. ഹ്യുണ്ടായി ഉണ്ട്, മഹീന്ദ്ര ഉണ്ട്, മാരുതി സുസുക്കി ഉണ്ട്, ടാറ്റയുണ്ട്, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സുപ്രഭാതമാണ് ടാറ്റ അങ്ങോട്ട് നാനോ അവതരിപ്പിച്ചു. ഓർക്കുന്നുണ്ടോ? അതായത് 1 ലക്ഷം രൂപയ്ക്ക് കാർ കിട്ടുക. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാർ അന്ന് സ്വപ്നം കാണാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് ഈ നാനോ അവതരിപ്പിച്ചത് മറ്റുള്ള കാർ കമ്പനികളെ ഒരുപാട് ബാധിച്ചു. ഇതാണ് ഒളിഗോപോളിക്ക് ഒറ്റ ഉദാഹരണം. മനസ്സിലായോ? അപ്പോ മറ്റു കാർ കമ്പനികൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അവരുടെ വില കുറയ്ക്കാൻ, അതായത് ഒരു സാധാരണ മനുഷ്യന് കാർ വാങ്ങിക്കാവുന്ന അളവിലേക്ക് വില കുറയ്ക്കാൻ അവരെ പുഷ് ചെയ്യിപ്പിച്ചു വിട്ടു. അതാണ് അഫക്റ്റ് ചെയ്തു നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ്? കുറച്ചു പേരേ ഉള്ളൂ. അപ്പോ അവര് സപ്ലൈ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരുടെയും ഒരു ചെറിയ ഡിസിഷൻ മേക്കിംഗിൽ ഡിഫറൻസ് മറ്റുള്ളവരെയും ബാധിക്കാം. ഞാനോ നല്ലൊരു ഉദാഹരണമായിട്ട് ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത് ഡുവോപോളി. 2 പേരേ ഉള്ളൂ. അവർ തമ്മിലാണ് കോമ്പറ്റീഷൻ. അല്ലെ, അവരുടെ കോമ്പറ്റീഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, അവരുടെ കയ്യിലാണ് എല്ലാം. അതാണ് 2 ആൾക്കാര് എന്റെ സപ്ലൈ ആൻഡ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് അറിയാം അല്ലെ. പക്ഷെ ഒരു കാലഘട്ടം വരെ പെപ്സിയും കോളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് 7up, ഫാൻഡ അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പൊ ഡുവോപോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെപ്സി, കൊക്കോള അവരങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റിനെ അടക്കി വാഴുന്നു. അതാണ് ഡുവോപോളി. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്. ഇതൊക്കെ എക്സാമ്പിളുകളാണ് കേട്ടോ. നമ്മളെപ്പോഴും എക്കണോമിക്സ് പഠിച്ചു കഴിയുമ്പോൾ, എന്റെ കൺസെപ്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ വീണ്ടും ഇതിന്റെ പല പല ആപ്ലിക്കേഷൻസ് കാണാം. ഓക്കെ, ഇനി മോണോസോണി. ഇത് ഒരു എൻ്റയർലി ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത്രയും നേരം സപ്ലൈയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സപ്ലൈ കൊടുക്കുന്നു, അത് വാങ്ങിപ്പിക്കുന്നു, അതിന് കോമ്പറ്റീഷൻ ഉണ്ടോ അതോ മോണോപോളിയാണോ? അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് നേരെ തിരിച്ചാ. ഇത് ഒരു കാര്യം വാങ്ങിക്കാൻ ഒരാൾ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരു ചെറിയ റീസൺ എടുക്കുക. അവിടെ ഒരു ഫാക്ടറിയേ ഉള്ളൂ. ഓക്കെ, ഒരു ഫാക്ടറിയേ ഉള്ളൂ. ഇവിടെ കുറെ ഫാമിലീസ് ഉണ്ട്. ഇവർക്ക് പുറലോകമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോ ഇവരെല്ലാം ജോലിക്ക് പോകണം. ഇവരുടെ ലേബർ, ഈ ലേബർ മുഴുവൻ വാങ്ങിക്കുന്ന ആരായിരിക്കും? ഈ കമ്പനി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ലേബർ വാങ്ങിക്കുക മീൻസ് ഇവരെ ജോലി എടുപ്പിച്ചിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കും. ഇതിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇവർ കൊടുക്കുന്ന ശമ്പളം കുറവാണെങ്കിൽ അത് മേടിക്കേണ്ട ഒരു ഗതികേട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിലേക്ക് വരും. അപ്പൊ ഇതൊരു നെഗറ്റീവ് കൺസെപ്റ്റ് ആണ് മോണോസോണി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ ഇത്രയും പറഞ്ഞത് ഇന്ന് എന്തായാലും ഡിഫറെന്റ് ആണ്. എന്താണ്? വാങ്ങിക്കാൻ ഒരാള് മാത്രമാകുന്ന അവസ്ഥ, അതാണ് മോണോസോണി. മനസ്സിലായോ? ലേബർ വാങ്ങിക്കുക. മനസ്സിലായോ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? എക്കണോമിയുടെ സ്ട്രക്ചറുകൾ അല്ലെ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പറഞ്ഞു അല്ലെ. അതാരായിരുന്നു? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആരായിരുന്നു?
നമ്മൾ അങ്കമാലി ഡയറീസിന്റെ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ഇനി മോണോപോളിയുടെ കാര്യം പറഞ്ഞു, എന്താണ് ഒരാൾ മാത്രം അല്ലെ, അത് KSAB നമ്മൾ കണ്ടു. പിന്നെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണ്, ഒരേ തരത്തിലുള്ള സാധനങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസത്തില് പലര് വെക്കുന്നു. ഒളിഗോപോളി എന്താണ്, കുറച്ച് പേര് ചേർന്ന് കാറും. നമ്മൾ നാനോയുടെ എക്സാമ്പിൾ കണ്ടു. ഡുവപ്പോളി കോള കമ്പനിയുടെ കാര്യം പറഞ്ഞു. മോണോസോണി എന്താണ്, അതാണ് ഏറ്റവും വെറൈറ്റി കാര്യം നമ്മൾ പറഞ്ഞത്. എന്താണ്, ബൈ ചെയ്യുക, ലേബർ ബൈ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം.